ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിയാൻസയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബനാന ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൽ വാൾനട്ട്സും ചോക്ലേറ്റ് ചങ്ക്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 9x5 ഇഞ്ച് ലോഫ് പാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ബട്ടർ പുരട്ടി ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് പൊടി തട്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 5 പഴുത്ത റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഒരുവിധം നന്നായിട്ട് തന്നെ പഴുത്ത പഴം വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് നന്നായിട്ടൊന്ന് പൊളിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് മാറ്റി വെക്കാം. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് 200 ml കപ്പിൽ അളന്നതാണ്. അപ്പോൾ നമ്മൾ കപ്പ് അളക്കുമ്പോൾ നമ്മുടെ മൈദ ഇരിക്കുന്ന കണ്ടെയ്നർ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാൻ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് ഇടഞ്ഞു വെക്കാം. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് 1/4 കപ്പ് പഞ്ചസാര, വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറിൻ്റെ ഒരു മിക്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. ഓരോ മുട്ട വീതം ചേർത്ത് അടിച്ചെടുക്കാം. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. നന്നായിട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് മറ്റേ മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. നമുക്ക് ബൗളിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു സ്പാറ്റുല വെച്ച് നന്നായിട്ടൊന്ന് തൂത്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ചേർത്ത് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത അരിഞ്ഞ വാൾനട്ട്സ് ചേർക്കാം. ബേക്ക് ചെയ്യുമ്പം നട്ട്സ് ചേർക്കുമ്പോൾ എപ്പോഴും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്താൽ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇച്ചിരി കൂടെ നന്നായിട്ട് വരും. പിന്നെ ഇത് കുറച്ച് കുക്കിംഗ് ചോക്ലേറ്റ് ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് പൊടിയിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അത് മാവിൽ താന്നൊന്നും പോകത്തില്ല, നന്നായിട്ട് സ്പ്രെഡായിട്ട് കിടക്കും. അത് നമുക്ക് ഈ ബട്ടർ ഷുഗർ ബനാന മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. വാൾനട്ട്സും ചോക്ലേറ്റും രണ്ടും 70 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇപ്പം ഈ പൊടി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലോഫ് പാനിലേക്ക് മാറ്റാം. ഇത് 170 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് എടുക്കണം. കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. 10 മിനിറ്റ് തണുക്കാൻ വെച്ചിട്ട് ഈ കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. നോക്കൂ, എത്ര ഈസി ആയിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടൊരു ബനാന ബ്രെഡ് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.